നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് കോട്ടയം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്, നാഗപ്പടം സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ ഒരു വളരെ ശോചനീയമായ, വളരെ മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പുറകിൽ കാണാം, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി ടോയ്ലറ്റ് കോംപ്ലക്സ്. വലിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് പ്രവർത്തനരഹിതമാണ്. നിലവിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സ്റ്റാൻഡിൽ വരുന്ന പത്തനംതിട്ട ജില്ല മുതൽ കൊല്ലം, തിരുവനന്തപുരം ജില്ല മുതൽ പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നമുക്കിവിടെ നിന്ന് കാണാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരെ കാണാം റെയിൽവേ സ്റ്റേഷൻ. അവിടെ ട്രെയിൻ ഇറങ്ങുന്ന ആൾക്കാർ ഈ ബാത്റൂമിനെ ആശ്രയിച്ച് ഇതിൽ നടന്നു വരുന്ന ആൾക്കാർ ഈ ബാത്റൂമിലേക്കാണ് വരുന്നത്. പക്ഷേ നിലവിൽ ഈ ബാത്റൂം അടഞ്ഞു കിടക്കുകയാണ്. അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതെന്തോ പുറകു സൈഡിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയിട്ട് ലീക്കായിട്ടോ ലൈനിലൊക്കെ ലീക്കായിട്ടൊക്കെ കിടക്കുകയാണ്. നിലവിൽ ഇതുവരെ ഇത് മുനിസിപ്പാലിറ്റി ആദ്യം ഇത് കുടുംബശ്രീ മറ്റ് ഏജൻസികളൊക്കെ എടുത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പം വളരെ ഭംഗിയായി നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്താണ് എടുത്താണെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഇതൊരു കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ബാക്കെല്ലാം പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ. കാരണം ഇപ്പോൾ ബാത്റൂം ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ ആൾക്കാർ അല്ലാതെ പബ്ലിക്കായിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടും മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് ഇവിടെ ആകെ വൃത്തിഹീനമായി കിടക്കുകയാണ്. നല്ല ഇത്രയും വലിയ ഒരു ബാത്റൂം കോംപ്ലക്സ് പണിതിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നില്ല. കാരണം അതിന് ജീവനക്കാരില്ല. ഇതെവിടെയൊക്കെ നമുക്ക് കാണാം വളരെ വൃത്തിഹീനമായ രീതിയിൽ അത്യാവശ്യം മലമൂത്ര വിസർജനം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ആൾക്കാർ ഓടി വന്ന് ചെയ്യുകയാണ്. അത്ര ദയനീയമായ അവസ്ഥയാണ്. എല്ലാ കിണറുണ്ട്, മറ്റ് പമ്പിങ് സിസ്റ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. നമുക്കിവിടെ കാണാം നല്ല വലിയൊരു കോംപ്ലക്സാണ്. ശുചിമുറിയുടെ വലിയൊരു കോംപ്ലക്സ് ആയിട്ട് തന്നെ പണിതിട്ടുണ്ട്. സത്യാവസ്ഥ ഞാനിവിടെ കാണാം. പത്തനാപുരത്തു നിന്ന് വന്ന സ്ത്രീജനങ്ങളാണ്. അവർക്ക് രണ്ട് കുട്ടിയും അവരുടെ കൂടെ ഒരു കുട്ടിയും 2 സ്ത്രീകളുണ്ട്. അവർക്ക് മൂത്രമൊഴിക്കാനും ബാത്റൂമിൽ പോകാൻ നോക്കിയിട്ട് ഇവിടെ യാതൊരു സൗകര്യമില്ലാതെ അവരിവിടെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ബാത്റൂം പോകാൻ വേണ്ടി വന്നതായിരുന്നേ. നേരം അത് അവിടെ പൂട്ടിയിട്ടേക്കാം. നമുക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ബാത്റൂമിൽ പോകാൻ വന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പൂട്ടിയിട്ടേക്കുവാണ്. ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഒരു കാരണവശാലും ഇവിടെ ഇപ്പം മൂത്രമൊഴിക്കാനോ അല്ലാതെ ബാത്റൂമിൽ പോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി പോകണമെങ്കിൽ KSRTC സ്റ്റാൻഡിൽ പോകണം, ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കടക്കാർക്ക് ഭയങ്കര ഇവിടെ സ്റ്റാഫുകളൊക്കെ പെണ്ണുങ്ങളുണ്ട്, അതുപോലെ യാത്രക്കാരുണ്ട്. ഏറ്റവും കുഴപ്പം ഈ മുനിസിപ്പാലിറ്റിയുടെ ഒറ്റ കുഴപ്പമാണ്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് അതാണ്. തയ്യാറില്ല, ആരും കണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അത് മാത്രം അവർക്ക് കിട്ടാറ്. സ്റ്റാൻഡിനകത്ത് വ്യാപാരം നടക്കുന്ന വ്യാപാരികൾ പറയുന്നത് ശ്രദ്ധിക്കാം നമുക്ക്. ഈ നഗരസഭയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല. നമ്മുടെ ജീവനക്കാരാണ് നഗരസഭ ഇരിക്കുന്നത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് യാത്രക്കാർ വരുന്നൊരു ബസ് സ്റ്റാൻഡാണ്. ഈ മെഡിക്കൽ കോളേജ് ഇവിടെ ഉള്ളോട്ട് നിൽക്കാൻ ഒത്തിരി പാരില്ല. ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചത് അവർക്ക് എവിടെയെങ്കിലും വണ്ടിയുടെ പുറകിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് മൂത്രമൊഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് സ്ത്രീകളെ ഇവിടെ കിടന്ന് ഓടി നടക്കുന്ന ബുദ്ധിമുട്ട് കാണുന്നത് മനുഷ്യരല്ല. ഈ നഗരസഭയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ മനുഷ്യരല്ല. അവരൊന്നും ഈ പരിസരത്ത് 4 എണ്ണമാവും. ഏതെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കാനൊരു മനസ്സ് കാണും. എല്ലാവരും മര്യാദ. ഇത്രയും ജനങ്ങൾ വരുന്നൊരു സ്റ്റാൻഡ്, അതും കോട്ടയത്ത് അക്ഷരനേരിയാന്ന് നോക്കണം. കോട്ടയം ടൗണ് ഇതല്ലേ കോട്ടയം ജില്ല. അവിടെയാണ് ഇതുപോലെ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും പ്രൈം ലൊക്കേഷനിൽ നമുക്കൊരു കംഫർട്ട് സ്റ്റേഷൻ അനിവാര്യമാണ്. എല്ലായിടത്തും കാണുന്നതാണ്. അതേസമയം കോട്ടയം ജില്ലയിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ പണ്ടൊരിക്കൽ നല്ലൊരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല. എന്തെങ്കിലും ബാത്റൂം സൗകര്യം വേണമെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി നമ്മൾ ചാവി മേടിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്ത്രീകളടക്കം ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. മൂത്രം ഒഴിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി വിസർജിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുക. ഇതിനൊരു പൊറുതി കാണണം. ഓക്കെ, മോളോട് പറഞ്ഞു ഞാനാണ് വീലാനാണ് ഊരാനും പിടിക്കാനും വയ്യ. എളുപ്പം തുറക്കണേ. തുറക്കാത്തത് ഇവിടുത്തെ വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പെണ്ണുങ്ങളെ ഞങ്ങളൊക്കെ ഓടിച്ചിട്ട് മെഡിക്കൽ സെൻ്ററിൽ പറഞ്ഞു വിടുക, മറ്റേ
കാടിയായി പറഞ്ഞു വിടുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കാണുന്നുണ്ട്. തീരെ ഒരു മനുഷ്യൻ ഇടയ്ക്കിറങ്ങാൻ മുട്ടിയിട്ട് അവിടെ തൂറി വെച്ച് തൂറിയിട്ട് പോയിട്ടുണ്ട്. അത് ഒരു നീതികേടായി കാണിക്കുന്നത്, ചെയ്യാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഇതിനൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ട്, അതൊക്കെ പ്രയോഗിച്ചത് ചെയ്തു തരണമെന്ന് മാത്രം പറയുന്നു. അവിടെ നിൽക്കട്ടെ, പറഞ്ഞു. ബാത്റൂം ഇല്ലാതായിട്ട് വർഷങ്ങളായി, ഇപ്പം 1 വർഷത്തോളം എടുക്കാറായി. ഒരു രക്ഷയില്ല. പെണ്ണുങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി നടക്കുന്നതല്ലാതെ ഒരു ബാത്റൂം ഉള്ളത് ഒരാളുടെ കസ്റ്റഡി തന്നെ ഇരിക്കുക, അവരുടെ കയ്യിൽ താക്കോലിരിക്കുക, അവരുടെ അതുമായിട്ടുള്ള ബന്ധപ്പെടുന്നവർ മാത്രം തുറന്നു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി ഈ പരിപാടി. കിഴക്കുന്ന് വരുന്നവരും ട്രെയിനിൽ വരുന്നവരും കിഴക്കോട്ട് കൊണ്ടുവരും പെൺപിള്ളേരും ഇവരും എല്ലാം ബാത്റൂം ഇല്ലാതെ പരക്കം പാഞ്ഞ് നടക്കുകയില്ല. ഒരു ബാത്റൂം ഒരു 2 ബാത്റൂം ഉള്ള രണ്ടും തുറക്കുന്നില്ല, ഒരെണ്ണം അടച്ചിട്ടിട്ട് വർഷങ്ങളായി. എന്നാ പറയണ്ടേ, ബാത്റൂം തുറക്കാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചില സമയങ്ങളിൽ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് ഇവിടുന്ന് പോകുന്നത്. എത്രയും വേഗം ഒന്ന് തുറന്ന് സഹായിക്കുക. എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡ് എന്ന നിലയിൽ ഒരു ബാത്റൂം ഇല്ലാത്തതിന് വളരെ ഒരു നഗരസഭയുടെ വലിയൊരു അനാസ്ഥ തന്നെയാണ്. കണ്ടു പരിഹരിക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം എന്താ പറയുക, എത്രയും ആൾക്കാർ കൂടുന്നൊരു ബസ് സ്റ്റാൻഡിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഞങ്ങളുടെ ജോലിക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഓടിപ്പോകുന്നു, ഇല്ല റെയിൽവേയിൽ പോകണം, ഇല്ല എങ്ങോട്ടെങ്കിലും ഹോട്ടലിൽ കയറി കാപ്പ് കുടിച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. ആകെ ബുദ്ധിമുട്ടാണ്. അതിലപ്പുറം ബുദ്ധിമുട്ട് ഇങ്ങോട്ട് ഓടുന്നത് വലിയ പാടാണ്. പറഞ്ഞു. ബാത്റൂം ഇല്ലാത്തവർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ പലയിടത്ത് അങ്ങേയറ്റം വരെ നടക്കുകയൊക്കെ ചെയ്യുക. അന്നേരം ഇവിടെ ഞായറാഴ്ച ഒന്നും കാണത്തില്ല, അപ്പം ഒത്തിരി കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. ഭയങ്കര പാടൊക്കെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. രാവിലെ തൊട്ട് ഇങ്ങനെ വന്ന് നിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് എത്രയും നന്നായി. ബാത്റൂം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ദൂരേന്ന് വരുന്നവർക്കൊക്കെ ബാത്റൂം അടച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സ്ഥലമില്ല പോകാൻ. ഇത് നോക്കിയാണ് എല്ലാവരും വന്ന് ബസ്സിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ സ്ത്രീകളാകപ്പാടെ ബുദ്ധിമുട്ടിലാകും. പിന്നെയും തുടർന്ന് നമ്മൾ ബസ്സിൽ തന്നെ പോകാനുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എത്രയും വേഗം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളോടുള്ള ഒരു. ഇവിടെ ഇരിക്കുന്ന കടക്കാരിലും ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ, പിന്നെ അതുപോലെ യാത്രക്കാർ ഒത്തിരി പേര് വന്ന് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ബാത്റൂമിൽ പോണ വല്ല ഹോട്ടലുകളിൽ ഈ ബാത്റൂം ഉള്ളിടത്ത് പോണേ ഭക്ഷണം കഴിക്കാതെ അവരൊന്നും കയറ്റുമല്ലോ. അത് എത്രയും വേഗം ഇത് പറഞ്ഞു. ബാത്റൂമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 മാസമായി ഈ ഇതിവിടെ അടഞ്ഞു കിടന്നിട്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് ഇത് എത്ര ട്രെയിനിൽ നിന്ന് ഈ ബസ്സിൽ എല്ലാം എവിടെ നിന്നെല്ലാം സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. വന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ വന്ന് ചോദിച്ചാൽ അതുങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അതുങ്ങൾക്ക് പോലും അറിയത്തില്ല, നമുക്കും അറിയത്തില്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇവിടെ 6 മാസം കൊണ്ട് പോയതുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അവിടെയുണ്ട്, അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒക്കെ പറയാം. അവിടെ ചെല്ലുമ്പോൾ എല്ലാം പൂട്ടിയിട്ടില്ല. പിന്നെ കൂട്ടാത്ത കാരണം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കാണില്ല, എല്ലാം അടഞ്ഞു പറഞ്ഞ് കിടക്കും. സൗണ്ട് പറഞ്ഞു. ഇഷ്ടംപോലെ ആൾക്കാർ രാവിലെ മുതൽ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ വന്ന് രാവിലെ ടോയ്ലറ്റും ബാത്റൂമും അന്വേഷിച്ച് പോകുന്നത്. ഇതിനൊരു മാർച്ച് 31 മുതൽ ഇതിനൊരു പരിഹാരമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിൻ്റെ പൊക്കത്ത് കെൽട്രോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ ഞങ്ങൾ പൈസ കൊടുത്താണ് ബാത്റൂം സൗകര്യം ഉപയോഗിക്കുന്നത്. ഒരു രാവിലെ മുതലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 8:30 ആകുമ്പോൾ വരുന്നത്. 8:30 മുതൽ വൈകിട്ട് 7:45, 8 ആവും ഞാനിവിടുന്ന് പോകുമ്പോൾ. അത്രയും സമയവും സ്ത്രീകളിങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് നടക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നത് എല്ലാവർക്കും വേണ്ടി. ഞാൻ തന്നെ ഇന്ന് 9 മണിക്ക് ഇവിടെ സ്റ്റാൻഡിൽ വന്നതാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇതുവരെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകാനായിട്ട് ഇവിടെ ഒരു ബാത്റൂം, ഒറ്റ ബാത്റൂം ഇവിടെ ഒരു സ്ഥലത്തില്ല. 3-4 ബാത്റൂം അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പ്രവർത്തനരഹിതമാണ്, എല്ലാം കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. ആണുങ്ങളുടെ കാര്യം പിന്നെ സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പലരും ഒരുപാട് പേര് വന്ന് പറയാൻ മടിച്ചിട്ടാണ്. ഒരുപാട് പേര് വന്ന് ബാത്റൂം അന്വേഷിച്ച് വന്നിട്ട് കിട്ടാഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നത്. വളരെ വിഷമിച്ച്
ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് പോകുന്ന ഒരു മാനസിക ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോകുന്ന ഒരുപാട് സ്ത്രീജനങ്ങളെ ഞാനിവിടെ കണ്ടു. അവർ നാഗമ്പടം സ്റ്റാൻഡിനകത്ത് തന്നെ നമ്മുടെ ഷോപ്പ് നടത്തുന്നൊരു സ്ത്രീയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഷംന എന്ന് പറഞ്ഞ എത്താണ് നമ്മളോട് സംസാരിക്കുന്നത്. നിഷ എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ ഷോപ്പ് നടത്തുന്നതാണ്. ഇവിടെ ആകെ നമുക്കൊരു ആശ്രയമായിട്ടുണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് അത് കൂട്ടിപ്പോയിട്ട് 5-6 മാസമായി. പല രീതിയിലും അവരോട് പരാതി പറഞ്ഞിട്ടും സഹി കെട്ടിട്ട് നമ്മളെല്ലാം കൂടെ കൂടി സമരം ചെയ്തിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള ഒരു മറുപടി അവർ തയ്യാറാകുന്നില്ല. നമ്മൾ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ എന്തൊരു അവസ്ഥയാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്. രാവിലെയൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ ഇല്ലാതെ ഭയങ്കര അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ച രാവിലെ വന്ന് നമ്മുടെ നിത്യേന സംഭവമായിട്ടിരിക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഈ ഷോപ്പിൽ നിന്നിട്ട് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. നമുക്കൊന്നൊരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ വല്ല വണ്ടി പിടിച്ച് നമ്മൾ ദൂരോട്ട് പോകേണ്ട അവസ്ഥയാണ്. പറയാൻ പറ്റാത്ത അത്ര ദുരിതമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള യാത്രക്കാരുടെ സ്ത്രീകളായിട്ടുള്ള ജീവനക്കാരുടെ അവസ്ഥ വളരെ ഗുരുതരമായിരിക്കുകയാണ്. ഇവിടെയുള്ള സർക്കാർ ഓഫീസുകളിലെ ടോയ്ലറ്റുകളൊക്കെ അതിൻ്റെ അവിടുത്തെ ടോയ്ലറ്റിലെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ ഈ പൈപ്പുകളെല്ലാം പൊട്ടി ഒലിച്ച് നമ്മുടെ കടയുടെ ഒക്കെ ഫ്രണ്ടിൽ വന്ന അല്ലാത്ത സ്മെല്ല് കാരണം കടയിൽ ഇരിക്കാൻ പോലും വരാത്ത അവസ്ഥയിലാണ്. പൊട്ടി ഒലിച്ച് ഇവിടെ പരിസരം മൊത്തം ദുർഗന്ധമായിട്ട് ഇവിടെ നമുക്ക് നേരക്കാഴ്ചയായിട്ട് ഇവിടെ തന്നെ നമുക്ക് അവിടെ കിടക്കുന്നുണ്ടോ. സഹോദരി പറഞ്ഞ കാഴ്ചയാണ്. അതായത് മുകളിലെ ബാത്റൂമിലെ അവശിഷ്ടങ്ങളാണ് ഈ പൈപ്പ് വഴി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡ്, ആൾക്കാർ കയറുന്ന സ്റ്റാൻഡാണ്. ബസ്സിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടേക്കുന്ന അതേ സ്ഥലത്തു കൂടെയാണ് ഇത് പൊട്ടി വലിക്കുന്നത്. യൂറിൻ്റെ മൂത്രമാണ് ഈ കാണുന്നത് മുഴുവൻ. മൂത്രവും ബാത്റൂമിലെ വേസ്റ്റുമാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും ഭയങ്കര ദുർഗന്ധവുമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാം ചോദിച്ചു, അവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട് അടഞ്ഞു കിടക്കുക. പിന്നെ അവരുടെ യാത്രക്കാർ വരുമ്പോൾ അവർക്ക് സൗകര്യം കിട്ടണം, പ്രധാന കാര്യം. നമുക്കിവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാത്റൂം ഇല്ലാത്തതും. പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും പള്ളിയൊക്കെ തുറക്കും, ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. ബാത്റൂം ഇല്ലാതെ ഭയങ്കര പെണ്ണുങ്ങളാണ് കൂടുതലും ബുദ്ധിമുട്ടുന്നത്. അപ്പം അത് വന്ന് രാവിലെയൊക്കെ ആണെങ്കിലും രാവിലെ വന്ന് ഒരുപാട് പേര് ബാത്റൂമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കതൊരു ബാത്റൂം തുറന്നു കൊടുക്കാനുള്ള നിയമ നടപടികൾ സർക്കാർ അത് വേണ്ട പോലെ അത് ചെയ്യുക. അതിനുള്ള അധികാരികളെ ഇതിലെത്തിച്ച് അതിൻ്റെ തുറന്നു കൊടുക്കാനുള്ള എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല കാര്യമാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ചിരിക്കാതെ പറയും. ബുദ്ധിമുട്ടാണ്. എല്ലാവരും എവിടെ ചെന്നാലും ഞങ്ങളെല്ലാവരും വിലക്കുവാണ്. പള്ളിയിൽ പോയി അവരടച്ചു. നഗരസഭയുടെ മേളിലൊക്കെ ഓഫീസിലുണ്ട്, അവിടെ ചെയ്യുമ്പോൾ അവരൊക്കെ അടച്ചു. പിന്നെ ഇപ്പം ഞങ്ങൾ വഴിയിടം അവിടെയാണ് പോയി ആശ്രയിക്കുന്നത്. ദിവസം ഒന്ന് രാവിലെ ഒരു 7 മണിക്കൊക്കെ വരുന്നവരാണ്, രാത്രി 10 മണിക്കാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ യാത്രക്കാർ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആകപ്പാട് ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇത് തുറക്കാൻ കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ സ്വീകരിച്ചതൊന്ന് ഓപ്പണാക്കി തരണമെന്നാണ് നമ്മളെല്ലാവരും ആവശ്യം. ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റും, ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാനും കാര്യങ്ങളൊക്കെ നടക്കും. പെണ്ണുങ്ങൾക്ക് പറ്റുമോ? അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കാത്തത് എന്താ? അതൊക്കെ ചെയ്യണം. ഓരോ കാര്യങ്ങൾ നോക്കണം. ജനങ്ങൾ നമ്മൾ മനുഷ്യരാണ്. പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് കൊടുക്കണം. അവർക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതെന്താണ് തുറന്നിടാത്തത്? എന്താ തുറക്കാത്തത്? ഇതുകൊണ്ട് എന്താ അവർക്ക് നേട്ടം എന്താ? അപ്പം അത്യാവശ്യം അവർക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി ആ ബാത്റൂം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും നമുക്ക് ഒരു ബാത്റൂം സൗകര്യമില്ല. ഇപ്പോൾ വരുന്ന യാത്രക്കാരായാലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ട്. ഇത്ര നോക്കി എത്ര വണ്ടികൾ എത്ര പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ എത്ര പേര് നമ്മുടെ വണ്ടി വന്നിട്ട് ബാത്റൂം ഉണ്ടോ ഇല്ലയോ നമ്മളോട് ചോദിക്കും. ഇവിടെ അടഞ്ഞു കിടക്കുക. അവിടെ ഇവിടെ ഒരു സൗകര്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചെയ്യാം. നമുക്കായാലും സമയമില്ലാതെ വരുന്നത്. ഒരു മിനിറ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കിട്ടത്തില്ല. ഇവിടുന്ന് പോയി നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂറും വരെ ഇരിക്കുന്ന വണ്ടികളാണ്. ഇവിടെ മാത്രമല്ല അങ്ങനെയെങ്കിലും എങ്ങനെ പെട്ടെന്ന് വന്ന് അവിടെ വല്ലതും നമ്മൾ എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്യാൻ നോക്കി അന്നേരം പോലീസുകാർ വന്ന് പറ്റിയിടിക്കും. നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? നമ്മുടെ നിസ്സഹായാവസ്ഥ ചെയ്ത് ഇതിപ്പോൾ ഒത്തിരി വണ്ടിക്കാണ്. ഇതുകൊണ്ട് ഈ വരുന്ന വണ്ടിയെല്ലാം ഓടി വന്ന് തിരിച്ചു പോകുന്ന വണ്ടികൾ ഒത്തിരി വണ്ടികൾ. അവർക്ക് എല്ലാവരും ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാത്രക്കാരും അതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ബാത്റൂമാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾ ഈ കട്ടപ്പന വണ്ടി ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ ചെന്ന് ചോദിച്ചാൽ പോലും അതിനുള്ള സംവിധാനമില്ല. ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം
ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു മൂത്രം ഒഴിക്കാനായിട്ട് വെച്ച് പല വണ്ടികൾക്കും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സമയമില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് അവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും നടത്തണമെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ മറവിപ്പെങ്ങാനും പോയി ചെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിന് വരുന്നു, പിന്നെ പോലീസ് ഒന്ന് പെറ്റിയടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യം. സ്റ്റാൻഡ് മുഴുവനൊന്നും എടുക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ചാൽ കോട്ടയം സ്റ്റാൻഡിൽ എത്രയും പെണ്ണുങ്ങൾ വന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടിയിൽ യാത്രക്കാർ വന്നിട്ട് ചോദിക്കുക ബാത്റൂം പോകാതെ ഞങ്ങൾ മുണ്ടക്കെ വരെ ബാത്റൂം പോകാതെ വലിയ പാടുപെട്ട് നിൽക്കുക പറയുന്നത് കേട്ടു. ഞങ്ങളുടെ വണ്ടിയിൽ കുമളി കൊച്ചറ പോകുന്ന വണ്ടിയിൽ അത് കാരണം കൊണ്ട് ബാത്റൂമിൻ്റെ കേസ് കേട്ട് എത്രയും പെട്ടെന്ന് കോട്ടയം മുനിസിപ്പാലിറ്റി ഇതിന് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സഹകരിക്കേ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റി അധികൃതർ ഈ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നാണം. ഈ പൊതുജനങ്ങൾ എങ്ങനെ ഇവിടെ ബാത്റൂമിൽ പോകും? ഓരോ സ്ത്രീ ജനങ്ങൾ ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ആ ബാത്റൂമിൻ്റെ മുമ്പ് വരെ വന്നിട്ട് അവർ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ സ്ത്രീജനങ്ങൾ, ഉദ്യോഗസ്ഥരായ സ്ത്രീജനങ്ങൾ, നിങ്ങളിവിടെ വന്ന് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നോക്കി നിൽക്കാനുള്ള മാനസികാവസ്ഥയുണ്ടോ? നിങ്ങൾ മനുഷ്യരാണോ? ഈ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ മനുഷ്യരാണോ? ഈ ജനങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടും. ഈ കോട്ടയം നാഗമ്പടം സ്റ്റാൻഡിൽ ദിവസം ഒരു 1000-ലധികം 5000 ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് ആർക്കും മൂത്രം ഒഴിക്കാൻ മുട്ടില്ലേ? കക്കൂസി പോകാൻ മുട്ടില്ലേ? അപ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകണ്ടേ? നിങ്ങൾ എന്താണ് 6 മാസമായിട്ട് കാണിക്കുന്നത്? നിങ്ങളുടെ ഉദ്യോഗം കൊണ്ട് എന്താണ് ഈ നാട്ടിൻ്റെ ഗുണം? എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ നാട്ടിൻ്റെ ഗുണം? അവർ ബാത്റൂമിൽ പോകാൻ ഓരോ സ്ത്രീജനങ്ങളും കുട്ടികളും ബാത്റൂമിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അവർക്ക് അത് അടച്ചിട്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് അവർ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പോകുന്ന ആ മൂത്രശങ്ക വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. നിങ്ങൾക്ക് AC റൂമിൽ ബാത്റൂമുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് കയറി ഉപയോഗിക്കാം. ഇവിടെ അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്, പല സ്ത്രീകളും ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയാൻ ബുദ്ധിമുട്ടിയിട്ടാണ് പറയാത്തത്. പിന്നെ ഒരു ദിവസം ഇവിടെ ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ കലശലായി ബുദ്ധിമുട്ടിയിട്ട് അദ്ദേഹം ഇവിടെ എല്ലാം ചോദിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഈ സ്റ്റാൻഡിൽ കൂടെ നെട്ടോട്ടം ജീവൻ പോകുന്ന ഇതിൽ ഓടി നാണക്കേട് സഹിച്ച് ഓടി അയാളുടെ വസ്ത്രത്തിൽ കൂടെ മലം പോയ ഒരു അവസ്ഥ വരെ ഉണ്ടായി. അത്ര നാണം കെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ഭരണം നടത്തുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് ഭരണം നടത്താൻ?